ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? നോമ്പൊക്കെ പറഞ്ഞില്ലേ? അവിടെ നോമ്പൊക്കെ പറഞ്ഞ് പിന്നെ ഫ്രൂട്ട്സും വെള്ളമൊക്കെ കഴിച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കുഞ്ഞു കാര്യം പറയാനുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞതായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഞാനിതിൽ കാണിക്കണ ഈ കുടുംബത്തിന് നമുക്ക് എല്ലാവർക്കും ഈ റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് വരെ ഒന്ന് കൈപ്പിടിച്ച് ഉയർത്തണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. ഇനി ഈ കുട്ടികളെയും കൊണ്ട് എവിടേക്ക് ഇറങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല, എന്താ കാട്ടേണ്ടത് അറിയില്ല. ഈ 6 മക്കളെയും കൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യ ചെയ്താലൊന്ന് ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു സിലു എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ മലപ്പുറത്തേക്ക് വണ്ടി കയറുന്നത്. 3ാമത്തെ മോളെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ വീട് പണയം വെച്ചും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയും കുട്ടിയെ ചികിത്സിക്കുന്നത്. കുട്ടി കുറേ ദിവസം വെന്റിലേറ്ററിലും ഐസിയുലുമായിട്ട് ഒരുപാട് ചിലവായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീട് ഇപ്പോൾ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ജപ്തിയുടെ വക്കിലെത്തിയ അവസാനം വീട് വിറ്റിട്ടുണ്ട്. ഈ നോമ്പ് കഴിഞ്ഞ ഉടനെ ഈ 6 മക്കളെയും സ്ട്രോക്ക് വന്ന ഉമ്മാനെയും കൊണ്ട് ഇവർ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. സാധാരണ ഏതെങ്കിലും കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിഷമവും പ്രതിഷേധവും കാണിക്കാറുണ്ട്. പക്ഷെ അതിനു മുമ്പ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞാനൊരു അവസരം തരട്ടെ, നിങ്ങളും കൂടെ എൻ്റെ കൂടെ കൂടുമോ? ഇവർക്കൊരു വീടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് വാടക വീട്ടിലേക്ക് പോയിക്കൂടെ എന്നുള്ളത്. 6 മക്കളെന്ന് പറയുമ്പോൾ ചിലവ് കുറച്ചൊന്നല്ല കേട്ടോ. നന്നായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരു 5,000 10,000 രൂപ ഓർത്ത് വാടകയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനും അവരെ പഠിപ്പ് ചെലവിനും ഒക്കെ ഉപകരിക്കും കേട്ടോ. ഈ ഉമ്മയുടെ കണ്ണീരിന് മുമ്പിൽ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഒരു 10 രൂപയെങ്കിലും നമ്മുടെ മക്കൾക്ക് സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു 50 രൂപയെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ആ മക്കളുടെ സന്തോഷത്തിന് നമ്മളും കൂടെ ഒരു കാരണമാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കും. നിങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 6 കുഞ്ഞു കുട്ടികളായിട്ട് നമ്മളാണെങ്കിലും നമ്മളെ അവസ്ഥ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് കഴിവിൻ്റെ പരമാവധി എന്താണ് കഴിയണമെങ്കിൽ അത് നിങ്ങൾ സഹായിച്ചിട്ട് നമുക്ക് അവർക്കൊരു വീടാക്കി കൊടുക്കാൻ ചെയ്യണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും എല്ലാവരും തികഞ്ഞതായിട്ടൊന്നും നമ്മളൊരാൾക്കൊന്നും ചെയ്യൂല. അപ്പോൾ എന്തായാലും ഈ പുണ്യമാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എന്തായാലും ചെയ്ത് കൊടുക്കണം കേട്ടോ. പാവമാണ്, എനിക്ക് അറിയുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ പോലെ അങ്ങനെ നമ്മളെ മുന്നിലൊക്കെ കൈനീട്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിരിക്കണ വീടൊക്കെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ എത്ര സങ്കടക്കാരൻ നമ്മളതാണെങ്കിലും നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എന്താണ് കയ്യാച്ചെങ്കിൽ കയ്യണ ഓൽക്കൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പുണ്യപ്രവൃത്തി കൊണ്ട് നമ്മൾ സിലു ഇതിലേക്ക് ഇറങ്ങി വന്നത് തന്നെ നല്ലൊരു റാഹത്തുള്ള കാര്യമാണ്. അതിനുള്ള കൂലി അവൾക്ക് പഠിച്ചോൻ കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെക്കൊണ്ട് എന്താണോ കഴിയണതെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴക്കാറും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞ അവിടെ തെങ്ങും തയ്യും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൻ അതൊക്കെ ഒന്ന് നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കായിരുന്നു. പിന്നെ എനിക്ക് അടുക്കളയിൽ പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ അവസ്ഥകൾ വരുമ്പോഴാണ് പിന്നെ നമുക്കൊക്കെ എല്ലാതും ഓർമ്മ വരുന്നതില്ലേ. അപ്പോൾ അതുപോലെ തന്നെ അവൾ കുറേ കഷ്ടപ്പെട്ട് വീടൊക്കെ ജപ്തി ചെയ്ത് പോവുകയെന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വന്നു. പിന്നെന്താ കുട്ടിക്ക് അസുഖമായിട്ടാണെന്നോ എന്തൊക്കെ പറയുന്നുണ്ട്. അത് കാരണമാണ് അങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മക്കളാണെങ്കിൽ ഒന്നിനും ആയിട്ടില്ല. മൂത്ത കുട്ടിയല്ല ഇപ്പോൾ റിതുവോനും ഒന്നിനും ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ സഹായിച്ചിട്ട് അവർക്കൊരു വീടായി കിട്ടിയാൽ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അവരെങ്ങനെയെങ്കിലും ചെയ്തോളുമല്ലോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം. ഞാൻ വീണ്ടും നിങ്ങളോട് പറയണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കൊരു വീടാവുന്നത് വരെ ഇതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അത് നമ്മൾ മുളകും തൈയൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ പിന്നെ വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഇളക്കിയതായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇതാ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറുന്നുണ്ട്. നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട് കേട്ടോ. ആ ഇടിയും മിന്നലിനനുസരിച്ചിട്ടുള്ള മഴയൊന്നും പെയ്യണില്ല. നല്ല കാറ്റും ഇടിയും മിന്നലൊക്കെ ഉണ്ട്. മഴ ചെറുതായിട്ടുള്ളൂ കേട്ടോ. അതെല്ലാതും നനച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെടിയൊക്കെ നല്ലതുപോലെ വളർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് നനക്കുന്ന സമയത്ത് ഈ ചെടി നനക്കലുണ്ട്. എനിക്ക് ഈ കളർ നല്ല ഇഷ്ടമാണ്. അത് കാരണം ഞാൻ പിന്നെ കടലാസ് പൂവിൻ്റെ ഈ കളറൊന്ന് ചെടി ഇവിടെ കൊടുന്ന് കുത്തിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഓർക്കാപ്പുളിമരം എല്ലാതും നനച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് എല്ലാതും നനച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? നിങ്ങളവിടെയൊക്കെ മഴയൊക്കെ പെയ്യണുണ്ടോ? എന്തൊക്കെ
പാട്. നല്ല ചൂടാണല്ലോ അല്ലേ. ഇന്ന് എന്തായാലും മഴ പെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടാണ്, ഭയങ്കര ചൂടായിരുന്നു എന്ന്. അപ്പം ഒന്നിങ്ങനെ വിചാരിച്ചിരുന്നു മഴ പെയ്യും എന്തായാലും ഒന്ന്. പിന്നെ അതാ ഞാൻ മുറ്റത്തേക്കൊന്ന് വെറുതെ വന്ന് നോക്കിയതോ എൻ്റെ നനക്കലൊക്കെ കഴിഞ്ഞിരിക്കണം. നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആകാശം നോക്കുമ്പോൾ നല്ല മഴക്കാറും ചെറുതായിട്ട് ഇങ്ങനെ ഇടിമിന്നലും വരുന്നുണ്ട്. കുറച്ച് ഇരുട്ടായ മാതിരി ഉണ്ട്. പിന്നെ കുട്ടികളവിടെ റോട്ടിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ഒരു ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാ കുട്ടികൾ റോട്ടിൽ ഇങ്ങനെ കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ സമൂസക്കും ചിക്കൻ റോളിനുമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ പുറത്ത് പോയിരുന്നത്. പിന്നെ അതൊക്കെ വന്നിട്ട് അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തു. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണുണ്ടായിരുന്നു മോന്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് പിന്നെ മോൻ തന്നെ വെള്ളമൊക്കെ ഉണ്ടാക്കിക്കണം. അന്ന് മുറ്റത്തായിരുന്നു ചോറൊക്കെ വെക്കാനെന്ന്. ഒന്നാമത് കുറച്ച് നേരം വൈകിട്ടാണ് തീയൊക്കെ പിടിപ്പിക്കാൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് ആണ്ടൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അത് കാരണം ഇന്ന് ഞങ്ങളിവിടെ ഒരു പള്ളിയിൽ നിന്നായിരുന്നു കേട്ടോ നേർച്ച. അപ്പോൾ അവിടുന്ന് ചോറും തേങ്ങാച്ചോറും ബീഫും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കടിയൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പിന്നെ ഒന്ന് തീയൊടിപ്പിക്കാൻ വന്നത് കേട്ടോ. ഇത് പൊരിച്ച കടി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ വിചാരിച്ചു. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും വെള്ളം ഉണ്ടാക്കാനും ആണല്ലോ, അത് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ തീയൊടിപ്പിച്ചത്. അപ്പം അമ്മ മുറ്റത്താണ്, മഴയും നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുമോ എന്തോന്ന് അറിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ചോറിന് തീയൊടിപ്പിക്കാൻ വേണ്ടി ഉമ്മ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ മക്കൾ രണ്ടാളും കൂടി ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെള്ളമൊക്കെ തന്നെ ഉണ്ടാക്കി കേട്ടോ. ഒന്ന് കറണ്ട് വരും പോവും ഇങ്ങനെ ചെയ്യായിരുന്നു. അപ്പോൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ വത്തക്കൊണ്ട് വെള്ളം ഉണ്ടാക്കിക്കായിരുന്നു കേട്ടോ. ഇതാ നമുക്ക് ചോറും ഇറച്ചിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ ചോറുക്ക് ഉണക്കമീൻ മാങ്ങ ഇട്ടിട്ട് തേങ്ങ കരച്ചിട്ട് നല്ലൊരു കറിയും വെക്കുന്നുണ്ട് കേട്ടോ. അതും കൈപ്പക്കുപ്പേരിയും പിന്നെ മീനുണ്ട് കേട്ടോ പൊരിക്കാൻ. മീൻ പൊരിച്ചിട്ടില്ല, അത് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പൊരിക്കുക. ഈ ബീഫൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മീനൊന്നും കൂട്ടൂലല്ലോ. അപ്പോൾ അത് കാരണം ആവശ്യമുണ്ടെങ്കിൽ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഫ്രൂട്ട് കൊടുന്നത് നമ്മൾ ഫ്രിഡ്ജൊക്കെ എടുത്തൊക്കെയാണ് കേട്ടോ. ഓനവിടെ വത്തക്കൊണ്ട് വെള്ളം ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതാ കൈപ്പക്കുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തൊടിക്ക് നനക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ വാഴ കൊല മൂത്തതുണ്ട് പറഞ്ഞ് വെട്ടിയപ്പോൾ മുരിങ്ങ മരത്തിൻ്റെ വേപ്പ് മരത്തിൻ്റെയൊക്കെ മുകളിൽ കൂടെ ചാടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. പിന്നെ നോമ്പറക്കാളൊക്കെ സെറ്റാക്കി. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.